റൈസിന്റെ ബിരിയാണി അതൊക്കെ നല്ല ഹൈദരാബാദി ബിരിയാണിക്കൊക്കെ അതെ തന്നെ നല്ല കാഷ്യൂം മറ്റേ ഇതൊക്കെ വെച്ചുള്ള ഇത് തന്നെ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതും ഈ മമ്മൂക്ക സ്റ്റൈൽ പോലെ അത് കഴിക്കാം, പക്ഷെ അതിനൊരു ലിമിറ്റഡ് ആയിട്ട് ഡയറ്റ് അല്ല മമ്മൂക്കയുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. മമ്മൂക്കയുടെ മൈൻഡ് സെറ്റ്. മമ്മൂക്ക ഒരിക്കലും ഒരു കാര്യവും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. മമ്മൂക്ക ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ബീഫ് എല്ലാം കഴിക്കും. പക്ഷെ എല്ലാത്തിനും പുള്ളിക്കൊരു ലിമിറ്റ് ഉണ്ടാവും. പുള്ളി കഴിക്കുന്നതാണെങ്കിൽ ആ പകുതി പ്ലേറ്റോ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് പുള്ളിക്ക്, ഇത്രേ കഴിക്കുള്ളൂ എന്നുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്താൽ പുള്ളി ആ ശരീരം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴേ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള, കുറച്ചുകൂടി ജോവിയലായിട്ടുള്ള ഒരു ഡിനുവിനെ കാണാൻ പറ്റുന്നത്. അന്ന് 2000-കളിലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പുതിയ വരുന്ന നായകന്മാർക്കൊക്കെ ഏറെക്കുറെ ഒരേ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ നായകത്വത്തിന് ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും. അത് ഒരു റൊമാൻറ്റിക് പെയർ ഉണ്ടാവും, കുറച്ച് മാസ്കുലിനായിരിക്കും. ഇപ്പം അന്ന് കാലത്ത് തന്നെ കുറച്ച് മസിലുള്ള കാരണം കുറച്ച് ഇപ്പം 2 പടത്തിൽ ഏകദേശം ക്യാരക്ടേഴ്സിന് അർബാനാണ് പറഞ്ഞ റൂളിലാണ്, എന്നാൽ ഒരു ക്യാരക്ടറിന് ഒരു സിമിലാരിറ്റി ആയിരുന്നു. ഇന്നായിരുന്നെങ്കിൽ കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടുണ്ടോ? അതായത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ന്യൂ ജനറേഷനൊക്കെ തുടങ്ങിയ സമയത്താണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നു, അങ്ങനെ തോന്നിയ സമയമുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം സമയമായിരുന്നു പുതിയ ആൾക്കാർ. ഒരുപാട് പേരും ഉണ്ടായിരുന്നു. അതെ, ഒരുപാട് പേരും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പടങ്ങളൊന്നും എല്ലാവരും അങ്ങനെ അത്ര വിജയമായില്ല. അപ്പം മലയാളികൾക്കും സിനിമാക്കാർക്കും തന്നെ ഒരു തോന്നലായി, ഈ കുറെ എണ്ണം വന്നിട്ടുണ്ട് ഓരോ വട്ടന്മാര്. അപ്പം നമ്മളെ കാണുമ്പോൾ പുച്ഛമാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു ആളുടെ പേരൊന്നും പറയണില്ല, പുള്ളിനെ മലയാളത്തിൽ ഇപ്പോൾ ഒരു ഫേമസ് ഡയറക്ടറാണ്. പുള്ളി ഞാൻ പലവട്ടം കാണാൻ പോയിട്ട് പുള്ളി വീടിൻ്റെ അകത്തുണ്ടായിട്ട് എന്നെ ഓടിയിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഈ പല ആൾക്കാരും എൻ്റെ ഇപ്പോൾ കലൂഡിനീസിനെ എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് ചാൻസ് ചോദിച്ചു വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഭയങ്കര നിരാശയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും, മോനെ ബാല നീ എന്നോടാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കഥകളൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം ഫാദർ വലിയ റൈറ്ററല്ലേ, ആ മകനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അനുഭവമുണ്ട്. 4 തവണ പുള്ളിയുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പുള്ളിയുടെ വീട്ടിലുള്ള ഒരാൾ വന്നിട്ട് ആളില്ലെന്നും പറഞ്ഞ് ഞാൻ എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പുള്ളി എനിക്ക് ചാൻസ് തരുന്നോ തരാതിരിക്കുക അത് പിന്നത്തെ കാര്യം. പക്ഷെ ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ, ഒരാളെ വിളിച്ചിട്ട് ആ ശരി ഓക്കെ എനിക്ക് അത് വേണമെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാലും എനിക്കത് ഹേർട്ടായില്ല. എടാ എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം നിനക്കില്ല, പിന്നെ നീ അതനുസരിച്ചൊരു പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കൺവിൻസിങ് ആണെങ്കിൽ അടുത്ത പടത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇത് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം വരട്ടെ എന്ന് ഓർത്ത് തന്നെ പറഞ്ഞാൽ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഈ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് എനിക്കറിയാം കാര്യം ഇയാളുടെ വണ്ടി താഴ്ത്തി കിടക്കുന്നുണ്ട് ഫ്ലാറ്റിൽ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇതാകുമ്പോൾ വാച്ച്മാൻ പറഞ്ഞത് ഇപ്പോൾ പോകണുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പം അത് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ സക്സസ് ഉണ്ടെങ്കിൽ നമ്മളുടെ പുറകെ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടൊവിയൊക്കെ ഏതൊരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മേക്കപ്പ് റിമൂവർ കൊടുത്ത്. അപ്പോൾ അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് ഞാൻ ഒറ്റ നാണയത്തിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൺട്രോളർ കാറിൽ നിന്ന് ഇറങ്ങി മാറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാറിലിങ്ങനെ ഇരിക്കുക, വെയിലുള്ള ഇറങ്ങി മാറാന്ന് പറഞ്ഞിട്ടുണ്ട് കൺട്രോളർ. സിനിമ അങ്ങനെയാണ്. നമുക്ക് വാല്യൂം നമുക്കൊരു മാർക്കറ്റും ഇല്ലാത്തത്തോളം കാലം ഈ പറഞ്ഞ ഇൻസൾട്ടുകൾ, ഇപ്പം നമ്മളെ ക്ഷണിക്കാത്ത പല സ്ഥലങ്ങളിൽ പല മുഹൂർത്തങ്ങളും വന്നിട്ടുണ്ട് എന്നെ ക്ഷണിക്കാത്ത. അവിടെ തന്നെ എന്താ വിളിക്കാൻ ഞാനത് ഞാൻ തന്നെ അത് കൺവിൻസ് ആവാം. സിനിമ അങ്ങനെയാണ്. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിതെല്ലാം കണ്ടു വളർന്ന കാരണം നമുക്കറിയാം. ഭാര്യ അടുത്ത് ഒഫൻസ് ഒന്നുമില്ല. നമ്മൾ രക്ഷപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മാറും, ഇല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും. അതാണ് ജീവിതം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇവർ കുറേ ചാൻസ് ഒക്കെ തേടി നടന്നാണ്, പക്ഷെ ഒന്നും അങ്ങനെ ആയില്ല. ആരും നമ്മളെ ഗൗനിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല, ഒരു ചെറിയ വേഷം പോലും കിട്ടുന്നില്ല എന്നുള്ളത് തോന്നില്ല. അപ്പോൾ അതിപ്പോൾ ആരാണെങ്കിലും, ഇപ്പോൾ ഫാദറിൻ്റെ ഒരു ലെഗസി ആണെങ്കിൽ പോലും സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ സമയവും നന്നാകണം, നമ്മൾ ആ ഒരു പെർഫോമൻസും എല്ലാം കഴിവെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമുള്ള ഫാഫ പാച്ചിക്ക എന്ന് വെച്ചാൽ ശങ്കർ, മോഹൻലാൽ, ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും കുഞ്ചാക്കോ പക്ഷെ പുള്ളിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫാഫ ഇതായിപ്പോയി. പക്ഷെ പിന്നെ പുള്ളിക്ക് അതിനായിട്ടുള്ളൊരു ഇതായിട്ട് പുള്ളി തിരിച്ചു വന്നു. അപ്പം അതാണ് സിനിമ. അതാണ് 2 കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് തോന്നുക ഡീനും രണ്ടുപേരും നെപ്പോട്ടിസത്തിൻ്റെ ഒരുപാട് പ്രിവിലേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമതൊരു ചോദിക്കും, പിന്നെ ഇപ്പം എന്താ ഈ 8 വർഷം എടുത്തത്, അതായത് കല്ലൂർ ഡെന്നിസിന്റെ മക്കൾ മമ്മൂട്ടിയെ വെച്ച് പടം ചെയ്യുന്നത്? അത് എളുപ്പത്തിൽ നടക്കാവുന്ന ഒന്നല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ അങ്ങനെ എളുപ്പമല്ല. എളുപ്പമല്ല. അത് ഞാൻ എല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരുടെ അടുത്തും പറയാം. പിന്നെ ഞാൻ സിനിമയിൽ വന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ഡാഡി ഇതിൻ്റെ പിന്നിലൊന്നും ഇല്ലാത്ത ഒരാളാണ്. കാര്യം ഡാഡി ഇപ്പോൾ സുരേഷ് കണ്ണൻ എന്ന് പറഞ്ഞ സംവിധായകനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഒറ്റ നാണയം എന്ന് പറഞ്ഞ സിനിമയിൽ, ഒറ്റ നാണയം അല്ല, സ്ഫുടം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അതിൻ്റെ പൂജ മറ്റേ മമ്മൂക്കയുടെ മോളുടെ നിക്കാഹിൻ്റെ സമയത്ത് ലേമറഡിയിൽ വെച്ചായിരുന്നു അതിൻ്റെ പൂജ, ഞങ്ങളുടെ വൈറ്റ് ഫോർട്ടിലും. ഈ പൂജ കഴിഞ്ഞിട്ടാണ് ഞാനും ഡാഡിയും ഈ നിക്കാഹിന് പോകുന്നത് ലേമറഡിയിൽ. മമ്മൂക്ക അപ്പോൾ ഭയങ്കര സെറ്റപ്പ് കല്യാണമായിരുന്നു അവിടെ. അപ്പോൾ അത് ഭയങ്കര പൂജയൊക്കെ. നവ്യ നായരായിരുന്നു നായിക. അതൊരു പാറമടയിൽ, കണ്ണൂർ മറ്റേ കോഴിക്കോട് ഭാഗത്ത് പാറമടയിൽ നടക്കുന്ന നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ. പക്ഷെ അതെന്തോ ഇതുകൊണ്ട് നടന്നില്ല. അപ്പം അങ്ങനെ സുരേഷ് ഏട്ടൻ തന്നെ വേറൊരു പ്രൊഡ്യൂസർ വന്ന് അങ്ങനെയാണ് ഒറ്റ നാണയം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഈ സുരേഷ് ഏട്ടൻ എന്നെ കാണുന്നത് ജയസൂര്യ, ജയേട്ടൻ്റെ പെങ്ങളുടെ കല്യാണം തൃപ്പൂണിത്തുറയിൽ വിളിച്ചു. കാര്യം ജയേട്ടനെ കൊണ്ടുവന്ന ഡാഡിയും വിനയൻ സാറും കൂടിയാണല്ലോ. അപ്പോൾ ആ കല്യാണത്തിന് തൃപ്പൂണിത്തുറയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് സുരേഷ് ഏട്ടൻ എന്നെ കാണുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടൻ ജയേട്ടൻ്റെ പുറകെ നിന്ന് ഡേറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്ന്, അങ്ങനെ ജയേട്ടന് മറ്റേ ഡേറ്റിന് ക്ലാഷൊക്കെ വന്ന് അങ്ങനെ നിന്നപ്പോഴാണ് എന്നെ കണ്ടപ്പോൾ പുള്ളിക്ക് എന്നിട്ട് ഞാൻ ഈ മറ്റേ സ്ഫുടം എന്ന് പറഞ്ഞ സിനിമ നടന്നില്ല. ഈ സ്ഫുടം എന്ന് പറഞ്ഞ സിനിമയുടെ ആ ക്യാരക്ടർ ഹരി എന്ന് പറഞ്ഞ എന്തൊരു ക്യാരക്ടറാണ്. ആ ആളെ ഞാൻ മറ്റേ പുള്ളിയുടെ വീട് വടകര പോയപ്പോൾ ഞാൻ കണ്ടു ഈ പാർട്ടിനെ. എന്നെ കാണിച്ചേക്കുന്നത്, എടാ ഈ ഇങ്ങേരുടെ ഒരു, എനിക്ക് നിന്റെ പോലെ കുറെ അവൻ്റെ മാനറിസം കുറെ നിന്റെ ഇതിൽ കണ്ടായിരുന്നാണ് എനിക്കത് കുറച്ചും കൂടി നീ ആപ്റ്റാണെന്ന് തോന്നി ആ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഈ സ്ഫുടത്തിൽ എന്നെ നായകനാക്കാൻ സുരേഷ് ഏട്ടൻ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഡാഡി ആദ്യം പറഞ്ഞത്, അത് നീ ആലോചിച്ചിട്ട് എടുത്താൽ. കാര്യം ഡിനുവിനെ നായകനാക്കി പടം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിയേറ്ററിൽ ഒരു മനുഷ്യൻ കാണാൻ വരില്ല. അതറിയാലോ. ഇപ്പോൾ ഞാൻ നായകനായിട്ടല്ല, ഇവിടെ ഒരുമാതിരിപ്പെട്ട മാർക്കറ്റില്ലാത്ത നടന്മാർ നായകനായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ആള് സിനിമ കാണാൻ വരില്ല. അതങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ മാർക്കറ്റ്, നമ്മളുടെ ഒരു മാർക്കറ്റ് അനുസരിച്ചാണ് നമ്മൾ വെച്ചിട്ട്. സിനിമ ഒരു വ്യവസായം കൂടെയാണല്ലോ. ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസറായാൽ പോലും ഞാൻ എന്നെ വെച്ച് നായകൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ വെച്ച് നായകനാക്കി പടം ചെയ്ത് ഞാൻ ചെയ്യത്തില്ലല്ലോ. കാര്യം ഞാനൊരു 10 കോടി മുടക്കിയാൽ ഞാനൊരു 20 കോടി അതിൽ നിന്ന് ഉണ്ടാക്കാനേ ഞാൻ നോക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു വ്യവസായം. കാരണം ഡാഡിക്ക് വ്യക്തമായിട്ട് അറിയാം സിനിമ എന്താണെന്നുള്ളത്. അപ്പോൾ ഡാഡി പറയുകയും ചെയ്ത്, ഡിനുവിനെ നായകനാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, നിനക്ക് ഇനിയുണ്ട് വേറെ കുറേ ഓപ്ഷൻസ്. അപ്പോൾ ആ ഓപ്ഷൻസ് വെച്ചിട്ട് നീ പടം ചെയ്യാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അല്ലാതെ ഡാഡിയുടെ ഒരു സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ എൻ്റെ മകനെ നായകനാക്കി അഭിനയിക്കണം എന്ന് ഒരു സപ്പോർട്ട് ഡാഡി കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം ഈ കമൽ സാറും വിനയൻ സാറൊക്കെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇപ്പം സിദ്ധുവിനെയും ജിഷ്ണുവിനെയൊക്കെ നമ്മളിൽ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഡാഡി ഈ പറഞ്ഞ പോലെ കമൽ സാറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങളടുത്ത പടങ്ങൾ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാം എന്ന് വെച്ചാൽ അവർക്കൊരു മാർക്കറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ കമൽ സാർ എന്നുള്ള ഒരു ബ്രാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞ പടം ഓടിയത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഡാഡി അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഡാഡി റെഡി ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. കാര്യം കമൽ സാറിനൊരു മാർക്കറ്റൊക്കെ ഉള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ കമൽ ഒരു പുതുമുഖ നടനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതുമുഖങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ നീ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നിന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആ ഒരു സാധനം ഉണ്ടാവും, ഫേസ് വാല്യൂ വരും. അപ്പോൾ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു അവസരം എന്നെ തേടി വന്നില്ല. അപ്പോൾ സുരേഷ് ഏട്ടനെ പോലത്തെ ഒരാൾ പടം ചെയ്യാന്ന് പറഞ്ഞാലാണ് അങ്ങനെ നായകനായത്. അങ്ങനെ സുരേഷ് ഏട്ടൻ നായകനായി അനൗൺസ് ചെയ്ത സമയത്താണ് എന്നിട്ടും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി രഞ്ജിയേട്ടൻ വന്ന് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അതും പുള്ളി എന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നല്ല, പുള്ളി പൃഥ്വിരാജ് തൊട്ട് മലയാളത്തിലെ ഒട്ടുമിക്ക മാർക്കറ്റുള്ള നടന്മാരുടെ പുറകെ പോയിട്ട് ഡേറ്റ് കിട്ടാത്ത കാരണം എന്നെ വെച്ച പടം ചെയ്യുന്നത്. ആ പടത്തിന്റെ ത്രെഡ് ഭയങ്കര പുതിയതായിരുന്നു ഇപ്പോഴും. അത് ശരിക്കും ആ പടം വിജയിക്കാവുന്ന കാരണം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആ പടം കുറച്ച് ഹെഡ് ഓഫ് ടൈം ആയിരുന്നു ശരിക്കും. കാരണം 2 ഫ്രണ്ട്സ് അവർ കല്യാണം കഴിക്കുന്നു, അവർ വീട് എടുക്കുന്നു, താമസിക്കുന്നു. അതിപ്പോ ഈ വെബ് സീരീസിലൊക്കെ വരുന്ന പോലത്തെ ഒരു കോണ്ടന്റ് ആയിരുന്നു. നല്ല കോണ്ടന്റ് ആയിരുന്നു. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത്
പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വരുന്നു. അത് ഒരു പുതിയ തീമായിരുന്നു സത്യം പറഞ്ഞ ആ സമയത്ത്. ഈ ലിവിങ് ടുഗദറിന്റെ ഒരു ആ സ്റ്റാർട്ടിങ് ആ പടത്തിലായിരുന്നു. യെസ്. ആ ഒന്നിച്ച് നിന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടായി. അലൈപ്പായതോടെ വേറൊരു കൈൻഡ് ഓഫ് അല്ലെ അതെ, അതിന്റെ വേറൊരു ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു ക്ലൈമാക്സ് ഇതിലേക്ക് പോയപ്പോ അതിൽ കുറെ ഇത് വന്നു, കുറെ ഫ്രിക്ഷൻസ് വന്നു. ഇങ്ങനെ അതിന്റെ ഒരു ക്ലൈമാക്സ് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പൊ അതൊക്കെ കാരണമാണ് ആ പടം വിജയിക്കാൻ. അടുത്തതൊരു വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ പടം കിട്ടാതിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പം ഭയങ്കര ഡിപ്രഷനിൽ പോവുകയും എന്താ പറയുക നാശത്തിൻ്റെ എക്സ്ട്രീമിലേക്കൊക്കെ പോയ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബോബി ഡിയോൾ അനിമൽ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിലേക്ക് വരികയും എല്ലാ ദിവസവും മകളോട് ചോദിക്കുകയും ചെയ്യാണ്, അച്ഛൻ എന്താ ജോലി ഇല്ലാത്തത്, അമ്മ ആണല്ലോ ജോലിക്ക് പോകുന്നത്. ഒരു ഏകദേശം ഒരു 10-12 വർഷക്കാലത്തിന് ശേഷമാണ് അനിമലിൽ വലിയൊരു ബ്രേക്ക് കിട്ടുന്നത്. ബോബി ഡിയോൾ ആരായിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയ സെൻസേഷൻ എന്തായിരുന്നു എന്നൊക്കെ പിന്നെ ഞാൻ ബോബി ഡിയോളുടെ ഒരു ഫാനായിരുന്നു. ഗുപ്ത് എന്ന് പറഞ്ഞ പടം എനിക്ക് ഞാനൊരു 10-20-25 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ കാലഘട്ടം. അതെ അതെ. അപ്പോൾ സോൾജറൊക്കെ ഗംഭീര സിനിമകളായിരുന്നു. അപ്പം ഈ ഒരു 10 വർഷം നമ്മളൊരു ബാഡ് ഹാബിറ്റ്സിലേക്കും പോകാതെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കണമല്ലോ, അതിനെന്താ ഹെൽപ്പ് ചെയ്തത്? ഞാൻ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്ത് ഡിസിഷൻസും എൻ്റെ ലൈഫിൽ ഞാൻ എടുത്താൽ ഞാൻ ഒത്തിരി അത് ആലോചിച്ച് ആ റിയാലിറ്റിയിലേ ഞാൻ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ സ്മോൾ അടിക്കും, ഇപ്പം ഞാൻ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഞാൻ സ്മോക്കിംഗ് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി. എന്ന് വെച്ചാൽ ചെയിൻ സ്മോക്കറൊന്നും ആയിരുന്നില്ല. ഒക്കേഷണലി എനിക്ക് ഒരു ഇതാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെന്ന് സ്മോൾ. അതുപോലെ സ്മോൾ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊറോണ കാല സമയത്തൊക്കെ ഞാൻ ഡെയിലി ഒരു പെഗ് 1-2 പെഗ് കഴിക്കും. നെറ്റ്ഫ്ലിക്സും വെബ് സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിക്കും. ഇപ്പം ഞാൻ സ്മോൾ അടി ഭയങ്കര കുറവാണ്. ഇപ്പം മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണയോ അങ്ങനെ ആയിട്ട്. ഇപ്പം എനിക്ക് ഭയങ്കര കൺട്രോൾഡാണ് ഞാൻ. ഇപ്പം എനിക്ക് സ്മോൾ അടി വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് നിർത്തും. ഇപ്പം സ്മോൾ അടി എനിക്ക് ഹാംഫുൾ ആണ്, അല്ലെങ്കിൽ എൻ്റെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എൻ്റെ വൈഫ്, എൻ്റെ പിള്ളേർ, എൻ്റെ കുടുംബം, അവർക്ക് എല്ലാവർക്കും ഇതൊരു ഒബ്സ്ട്രക്ഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിർത്തും. അപ്പോൾ അത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ കാര്യത്തിലും. ഞാനതാ പറഞ്ഞത്, റിയാലിറ്റിയിൽ ഞാനിപ്പോൾ ബോബി ഡിയോളുടെ കാര്യം പറഞ്ഞാൽ അയാൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. പിന്നെ അയാളൊരു മദ്യത്തിന് ഭയങ്കരമായിട്ട് അടിമയായി. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ അങ്ങനെ പോകത്തില്ല. കാര്യം എനിക്ക് റിയാലിറ്റി അറിയാം. അത് നമ്മളെന്താ സ്വയം നശിക്കുന്ന കാര്യമില്ല. കാര്യം ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മൾ ആ അത്രയും ചെറിയ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ലൈഫിൽ നേടാനും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനും നോക്കുക. കാര്യം ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ 10-60-70 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു കസേരയിലിരുന്ന് അയ്യോ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു, ഇന്ന ടൈമിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കുറച്ച് ടൈം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. എല്ലാത്തിനും എനിക്കൊരു കൺട്രോളുണ്ട്, എല്ലാ കാര്യത്തിലും എനിക്കൊരു ചിട്ടയുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ഒരു ഫാമിലി മാനാണ്. ഫാമിലി മാനാണെന്ന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഡാഡീനെ കണ്ടൊക്കെയാണ് ഞാൻ വളർന്നത്. ഡാഡി ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയേക്കുന്ന ഒരു തിരക്കഥാകൃത്താണ് ഡാഡി. പക്ഷെ ഡാഡി എനിക്ക് തോന്നുന്നിപ്പോൾ കഴിഞ്ഞൊരു ടി വിയിലൊരു ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ സാജൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പോലെ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഹോട്ടലിൽ പോയിട്ട് ഉച്ച വരെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതും. ഉച്ചയാകുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് കലൂര് വീട്ടിൽ വരും. അപ്പം ഞാനിത് കണ്ടു വളർന്ന ഉള്ള ഒരാളാണ്. എന്നിട്ട് ഡാഡി വന്നിട്ട് അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും കഴിച്ച് അങ്ങനെ ഒരു അരമണിക്കൂർ പുള്ളി ഒരു ഷോർട്ട് നാപ്പ് എടുത്തിട്ട് ഒരു 3-3:30-4 മണിയാകുമ്പോൾ പുള്ളി പിന്നെയും പോകും. പിന്നെയും പുള്ളി ഒരു 7-8 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ ഒരു ഫാമിലി ഇതായിട്ട് നോക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ട്രേറ്റ്സൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഫാമിലിയും അതൊക്കെ പ്രയോറിറ്റി. ഇപ്പം എനിക്കൂടെ മമ്മൂക്കയൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. മമ്മൂക്കയൊക്കെ ഉണ്ട്. ഇപ്പോൾ ദുൽഖറിൻ്റെ അടുത്ത് ഇങ്ങനെ കറക്റ്റ് വീട്ടിൽ വരുന്ന കാര്യവും, ഇപ്പോൾ എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടെങ്കിൽ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നൈസ് ഹ്യൂമൻ ബീങ്, അല്ലെങ്കിൽ നമുക്കൊരു ചിട്ടയും ഫാമിലിയിൽ. ഇപ്പോൾ എനിക്ക് 2 ആൺമക്കളും ഇപ്പോൾ ഒരു 3ാമതൊരു പെൺകുഞ്ഞാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ 2 ആൺമക്കളും ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല ഇനി അവരുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചിലപ്പോൾ ഇത്രയും വലിയ ഗ്യാപ്പുള്ളതല്ലേ. അപ്പോൾ അവരെങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫാണെങ്കിലും ഞങ്ങളും കറക്റ്റ് എങ്ങനെയാണ് അവരെ പാരന്റിങ് എന്ന് വെച്ചാൽ നമ്മൾ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് ചില ഇമ്പോർട്ടൻസും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു ചിട്ടയും. ഇപ്പോൾ
ഭക്തിയുടെ കാര്യം പറയും. ഇപ്പോൾ ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ഭക്തി ചില ആൾക്കാർക്ക് ഒരു ഇതായിട്ട് തോന്നും. കാര്യം അങ്ങനെയുള്ള ഒരു സംഭവം ഇപ്പോൾ ഒരു വിഗ്രഹ ആരാധന അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ചില ആൾക്കാർ ഇത് പറയും. പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ വൈഫാണെങ്കിലും നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ ഈ 24/7 അല്ലെങ്കിൽ ഈ 365 ദിവസവും നമുക്ക് ഒരു മണിക്കൂർ ഒരു സ്പിരിച്വലായിട്ട് നമുക്കൊരു കണക്ട്. ഇപ്പം ഞാൻ ഇപ്പം ചെന്ന് ഇങ്ങനെ ഭയങ്കര കൈയടിച്ച് ഭയങ്കര പ്രാർത്ഥിക്കണം എന്നല്ല, കുറച്ച് നേരം മിണ്ടാതിരുന്ന ഒരു സ്പിരിച്വലായിട്ടൊരു മനസ്സും ഇതെല്ലാം കാമായിട്ടിരുന്ന് കുറച്ച് നേരം ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് ഒരു ദോഷവുമില്ല. അതെല്ലാം നമുക്കൊരു നമ്മുടെ ലൈഫ്, നമ്മുടെ ശരീരമാണെങ്കിലും നമ്മളെ മൈൻഡാണെങ്കിലും ഒന്ന് റീജനറേഷൻ നടക്കുന്നതാണ് അവിടെ. ഈ ടെൻഷനും സ്ട്രെസ്സും നമ്മളെല്ലാത്തിനും ഇൻവോൾവ് അല്ലേ. ജോലിക്ക് പോകുന്നു, ഇപ്പം ഈ പറഞ്ഞ പോലെ മീറ്റിങ്ങിൽ ഇതാവുന്നു, യാത്ര ചെയ്യുന്നു, ഇതെല്ലാം സ്ട്രെസ്സും നമ്മൾ ഇതായിട്ടുള്ള ലൈഫിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം ദൈവികമായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടോ മാറ്റി വെച്ചുകൊണ്ട് ഒരു തെറ്റില്ല. ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കും. ഇതിപ്പോൾ ചിലപ്പോൾ ഐ മേ ബി റോങ്. ഇപ്പോൾ പല ആൾക്കാർക്കും പല ഇതല്ലേ. അതിനെ പറ്റി സംസാരിക്കാം. വലിയൊരു ഫാൻ ബോയ് പരിപാടി നമുക്ക് സിനിമയിൽ ത്രൂ ഔട്ട് കാണാറുണ്ട്. അതിൽ പുറത്തോട്ടുള്ള എല്ലാ മെറ്റീരിയലിനകത്തും അല്ലെ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പം നമ്മളെടുക്കാത്ത റോളൊന്നും ഇല്ല ബായ് എന്നുള്ള ഡയലോഗൊന്നും, അങ്ങനെ ഒരു ഫാൻ സെലിബ്രേഷൻ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ ചില തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചില രസകരമായിട്ടുള്ള ഡയലോഗ്സ്, ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാത്രം തന്നെ മൊമെൻറ്റ്സ് ഉണ്ട്. അനിയൻ വലിയൊരു മമ്മൂക്ക ആരാധകനായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബോയ് പരിപാടി ഇതിൽ വന്നിട്ടുണ്ടോ? നന്നായിട്ട് ഉണ്ട്. ഇതിൽ ഒരു പ്യുവർലി ബസൂക്ക ഒരു മമ്മൂക്ക ട്രീറ്റാണ് പടം, പ്യുവർലി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം തള്ളി മറിക്കുന്നില്ല, ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. കാര്യം ചിലപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ 5 പേര് 6 പേര് റൂമിലുള്ള ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനായിരിക്കും. ഇപ്പം എനിക്ക് വർക്കായ സാധനം നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നൊരു ഒരു മീഡിയയാണ്. അപ്പോൾ ഇതൊരു മമ്മൂക്ക ആരാധകർക്കുള്ള ഒരു ട്രീറ്റും പിന്നെ മമ്മൂക്കക്ക് പറ്റിയൊരു സബ്ജക്റ്റുമാണ് ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. മമ്മിക്ക് പറ്റിയ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അറിയാലേ, ട്രെയിലറും ടീസറും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു സ്റ്റൈലിഷ് സംഭവം അതിലുണ്ട് ത്രൂ ഔട്ട്. ഈ കോസ്റ്റ്യൂംസിലേക്ക് പോയിട്ടുള്ള ഡീറ്റെയിലിംഗ് എടുത്തു പറയണമെന്ന് തോന്നുന്നു. ഇപ്പം സ്യൂട്ടിൽ വരുന്നതായാലും ശരി, അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി വർക്ക്സ് ഉള്ള ഒരു ഫുള്ള് ജാക്കറ്റ് ഇട്ടിട്ടൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് ഇരിക്കുന്നതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ചിന്തയും പോയിട്ടുണ്ട് ആ ഡ്രസ്സുകളിലേക്ക്. പിന്നെ ലുക്സിനായാലും ശരി. അപ്പം അത് എത്രത്തോളം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടുന്ന റെഫറൻസ് ഒക്കെ എടുത്തിരുന്നത്? കോസ്റ്റ്യൂംസ് എനിക്ക് തോന്നുന്നു ഡീനോ ഒന്നിലും എനിക്കറിയില്ല, ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കോസ്റ്റ്യൂംസ് പ്യൂർലി മമ്മൂക്കയാണ് സെലക്ട് ചെയ്യണം. മമ്മൂക്കയുടെ പടത്തിൽ മമ്മൂക്ക ഇന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല ഈ പടത്തിൻ്റെ ഒരു ജേണി, പടത്തിൻ്റെ ജേണി ഇൻ ദ സെൻസ് ഓരോ സീൻസിലും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് വെച്ചിട്ടാണ് പുള്ളി കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത്. ഈ ജാക്കറ്റ്സ് ഒക്കെ വരുന്നതൊക്കെ അതെല്ലാം മമ്മൂക്കയുടെ സെലക്ഷനാണ്. മമ്മൂക്ക കറക്റ്റ് ജോർജ് ഏട്ടൻ്റെ അടുത്ത് മമ്മൂക്കയുടെ അഭിജിത്താന്ന് തോന്നുന്നു. അപ്പോൾ അഭിജിത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അതനുസരിച്ചാണ് ആ കോസ്റ്റ്യൂംസ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. അതിലെനിക്ക് തോന്നുന്നില്ല ഡയറക്ടർ സൈഡ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ഒരു പടത്തിന് ഇന്ന കോസ്റ്റ്യൂംസ് ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്ടറിന് പറയാം. പക്ഷേ ബസൂക്കയിൽ എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂംസ് മൊത്തം മമ്മൂക്കയുടെ ഒരു സെലക്ഷനാണ് മൊത്തം. ഇപ്പം GBM ആയിട്ട് ഒരു ജേണിയും കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വിധം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു വിമണ്ണെ പോർട്രേ ചെയ്യുന്നതായാലും, പോലീസ്മെൻ്റെ ഒരു അതർ സൈഡ് പറഞ്ഞിട്ടുള്ളതായാലും, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു GBM മൊമെൻ്റ് ഏതാ? ഇപ്പം കുറേ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയലോഗ്. അപ്പം എനിക്കിപ്പോൾ ഈ എന്നെ എന്തായാലും മെല്ലിസമാണ് ഒരു കോട് കന്തപ്പക്കം പോയിട്ടാണ് നല്ല എന്തപ്പക്കം പോയിട്ടാണ് കെട്ടവെന്നുകൊണ്ടൊരു മോണലോഗ് പോലെ പറയും അജിത്ത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബ്രോക്ക് എങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല? പേഴ്സണലി എനിക്ക് കാക്ക ഈ പറഞ്ഞ പോലെ അമ്പുച്ചെൽവം എന്ന് പറഞ്ഞ ഒരു എൻ്റെ മനസ്സിലൊരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ലുക്കും ആ ആറ്റിറ്റ്യൂഡും എല്ലാം അമ്പുച്ചെൽവത്തിൻ്റെ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന ഫസ്റ്റ് ഒരു പോലീസ്. ഇപ്പോൾ സുരേഷ് ഏട്ടനാണ് മലയാളത്തിലെ പോലീസ് ഓഫീസർ റോള് ചെയ്തതിൻ്റെ ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന ഒരു ആക്ടറാണെങ്കിൽ പോലും ഒരു മനസ്സിൽ ആദ്യം ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുച്ചെൽവം ആ ഒരു സംഭവം. അത് ഗൗതം സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. ഈ
പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ ഗൗതം സാർ പറഞ്ഞിട്ടുണ്ട് 1 മാസം മുന്നേ വർക്ക്ഷോപ്പ് ഉണ്ടായി, ആ സ്ക്രിപ്റ്റ് മൊത്തം സൂര്യനെ പറഞ്ഞ് കേൾപ്പിച്ച് സൂര്യൻ ഈവൻ ആറ്റിറ്റ്യൂഡും ആ ഡയലോഗ് ഡെലിവറി പോലും സൂര്യനെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ആ പടം ചെയ്തത്. പക്ഷെ അത് ഞാൻ പറയുകയും ചെയ്ത് അത് കാരണം സൂര്യ ക്ലിക്കായെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഗൗതം സാറാണ് സൂര്യയുടെ ആറ്റിറ്റ്യൂഡ്, ആ നടപ്പും ആ കണ്ണിൻ്റെ നോട്ടം, അതെല്ലാം ഗൗതം സാറ് അങ്ങനെയാണ് റിയൽ ലൈഫിൽ പുള്ളി പെരുമാറുന്നത്. പുള്ളിയുടെ ആ കണ്ണിൻ്റെ ആ ലുക്ക്, ഷാർപ്നെസ്, പിന്നെ ആറ്റിറ്റ്യൂഡ്, ഇരുത്തത്തിലും പിന്നെ നടത്തത്തിലും എല്ലാം പുള്ളിയുടെ നാച്ചുറലി ഒരു സ്വാഗുള്ള മനുഷ്യനാ. അല്ല അതാണ് അത് പുള്ളി സൂര്യനെ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. സൂര്യ ക്ലിക്കായി. ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷമായിട്ട് ഇത് മേക്കിങ്ങിലാണ്. കുറേ എന്താ പറയുക ഷൂട്ടിംഗ് ഡേയ്സ് പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ ഡീനു എത്രമാത്രം ഇതിൻ്റെ ഒരു ബ്രദർ എത്രമാത്രം ഇതിൻ്റെ ഒരു വിഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പ്ലേസ് ആവേണ്ടത്, ഇങ്ങനെയാണ് ഇത് റിലീസ് ആവേണ്ടത്, അതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിരുന്നു. ആളൊരു ഒന്ന് ഡിഫറൻ്റ് ആയ അല്ലെങ്കിൽ ഒന്ന് വിഷമാട്ടത്തിലൊക്കെ പോയ സന്ദർഭങ്ങളാണ്. ഫുൾ ടൈം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അനിയനെയാണോ കണ്ടിട്ടുള്ളത്? അങ്ങനെ ഇതിപ്പോൾ ഡിലേ ആയതിൻ്റെ കുറച്ച് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമുക്ക് ആ ഒരു ഡെസ്പറേറ്റ് മൂഡിലേക്ക് പോകും. പിന്നെ ഈ സബ്ജക്റ്റ് കുറേ നാളായിട്ട് പുള്ളിയുടെ മനസ്സിലുള്ളതിൻ്റെ പേരിൽ ആ സബ്ജക്റ്റിനുള്ള കോൺഫിഡൻസ് പുള്ളിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു, ഈ ഒരു സബ്ജക്റ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഇത്രയും ടൈം പിടിച്ച് ഇപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകൾ, ഇപ്പോൾ ഗൗതം സാറ് ലിയോയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു ഫസ്റ്റ് സ്കെഡ്യൂൾ നമ്മളുടെ ബസൂക്കയിൽ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ പുള്ളി ഡേറ്റ് തന്നെ വെച്ചാൽ ഒരാഴ്ച തന്നിട്ട് പിന്നെ പുള്ളി 1 മാസം കഴിഞ്ഞിട്ട് അടുത്ത 5 ദിവസം തരത്തുള്ളൂ. പുള്ളിക്കെന്ന് വെച്ചാൽ അവിടെ വേറെ കുറേ പരിപാടികളുണ്ട്. പുള്ളി അവിടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പുള്ളി വേറെ 2-3 പടങ്ങളിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളി സംവിധാനം ചെയ്യുന്നുണ്ട്. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പടം ചെയ്തെന്ന് തോന്നുന്നു, ഒരു ആക്ഷൻ പടം. അപ്പോൾ ആ പടം അതിൻ്റെ ഇടയിൽ പുള്ളി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്തായിരുന്നു, ബസൂക്കയുടെ സമയത്തായിരുന്നു. അപ്പം അങ്ങനെ ടൈം വന്നപ്പോഴാണ് ഈ ഒരു ഡിലേ വന്നത്. ഇപ്പോൾ ഗെയിം ത്രില്ലർ എന്നുള്ളൊരു ഒരു എലമെൻറ്റും കൂടി ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പം ന്യൂ പോലീസ് സ്റ്റോറിയൊക്കെ ഉണ്ട് ജാക്കി ചാൻ്റെ. അപ്പോൾ അതിനകത്തൊക്കെ ഈ വില്ലന്മാർ അവരുടെ ചുറ്റുമുള്ള ലോകത്തെ ഒരു ഗെയിമായി കാണുന്ന പരിപാടിയാണല്ലോ. ഇപ്പോൾ വലിമയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഉള്ള എലമെൻറ്റ്സ്. പക്ഷെ ബസൂക്ക അതൊന്നും അല്ല ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ബ്ലഡ് ഷെഡ് തീരെ ഇല്ലാതെ ഹൈ മൊമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു രീതി, അത് ഓഡിയൻസിന് എത്രമാത്രം അപ്പീലാവുന്ന ഒരു കാഴ്ചക്കാരെന്നുള്ള രീതിയിൽ ബ്രോന് തോന്നിയിട്ടുള്ളത്? അത് ശരിക്കും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും. കാര്യം അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഇപ്പോൾ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. സയ്യിദ് അബ്ബാസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല വേറെ ലെവലിൽ പോയിട്ടുണ്ട് സാധനം. ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് സാധനം പോയേക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ കണ്ട് ഇപ്പം ഞാനധികം എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂർ ഇല്ല. ഒരു ഭയമുണ്ടോ ഇതൊരു റീ എൻട്രി ആണ്, മൊത്തം കുടുംബം തന്നെ ലോഞ്ച് ആവുന്ന പോലത്തെ അവസ്ഥയാണ്, അനിയനും ഒപ്പം ലോഞ്ച്? ഭയം എന്ന് പറഞ്ഞാൽ ടെൻഷനുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇങ്ങനെ ലോ ആവും. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോ ആയിട്ടും ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, ഈ വരുന്നത് അത് എന്തായാലും സംഭവിക്കും. ഇപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇപ്പൊ എന്റെ പെർഫോമൻസ് നന്നായില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല, അപ്പൊ അത് പ്രേക്ഷകരാണ് അത് കണ്ട് വിലയിരുത്തേണ്ടത് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിപ്പോ പ്രേക്ഷകന് ഇപ്പൊ അത് വർക്കായില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ വിധി. ഇപ്പൊ ഞാൻ എൻ്റെ ക്യാരക്ടർ വർക്കായില്ല അല്ലെങ്കിൽ പടം വർക്കായില്ല, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഓക്കെ, മനുഷ്യന്റെ ലൈഫ് അങ്ങനെയാണല്ലോ. ഇതല്ലെങ്കിൽ നമുക്ക് റെഡി ആക്കണം, അല്ലെങ്കിൽ അടുത്ത നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെ എല്ലാം നമുക്കൊരു ലേണിങ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ പടം വർക്കായി അടിപൊളിയായാലും അത്രയും സന്തോഷം. ഇപ്പോൾ എനിക്കോട് ലാലേട്ടൻ്റെ ലാലേട്ടൻ എനിക്കോട് പറയാറുണ്ട്, എനിക്ക് പടം ഹിറ്റായാലും ഫ്ലോപ്പായാലും എനിക്ക് സെയിം വികാരം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരു സിനിമാ നടനാകാൻ വേണ്ടി വന്ന ഒരാളൊന്നുമല്ല, പുള്ളി യാദൃശ്ചികമായിട്ട് സിനിമാ നടനായതാണ്. അപ്പൊ പുള്ളിയുടെ ഒരു മെന്റാലിറ്റിയും പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൂളാണ് പുള്ളി. ഇപ്പൊ ഇപ്പുറത്ത് മറ്റേ ഒരു പടം 100 ദിവസം അടിച്ച് ഇപ്പുറത്തെ ഒരു പടം ഒരാഴ്ച പോയെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഈ നടുക്ക് നിൽക്കുന്ന ഒരാളാണ്.
ഇപ്പോൾ 100 ദിവസം അടിച്ച പടത്തിന് അവിടെ പറഞ്ഞ് അവിടെ സെലിബ്രേഷൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് നടക്കുന്ന ഒരാളല്ല. എന്നാ ഇവിടെ പടം മോശമെന്നും പറഞ്ഞ് പുള്ളി ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പുള്ളി പറയുന്നത് വെച്ചാൽ ഇതൊക്കെ ഒരു നമുക്ക് ലേണിങ്സ് ആണ്, ഇനി അടുത്ത നമുക്ക് പിടിക്കാം, അല്ലെ അടുത്ത നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെ മാറ്റം വരുമ്പോഴാണല്ലോ നമ്മൾ ലൈഫിൽ ഈ മിനുക്കി വരുന്ന പോലെ പറയുന്നത്. എല്ലാം മോൾഡ് ചെയ്തും നമ്മൾ പോളിഷ് ചെയ്താണല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങൾ നന്നാക്കിക്കൊണ്ട് വരുന്നത്. ഇപ്പം ഞാനൊരു 10-12 അല്ലെങ്കിൽ 20 വർഷം മുന്നേ ഉള്ള രീതിയിലുള്ള അല്ല ഞാനിപ്പോൾ എൻ്റെ ഈവൻ ഞാൻ സംസാരിക്കുന്ന പോലും, അല്ലെങ്കിൽ ഞാൻ സിനിമനെ കാണുന്നു സീരിയസ്നെസ്സും ആ ഒരു ഇത്. അപ്പം അത് ഒരേ സമയത്ത് ഒരേ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആണെങ്കിലും നമ്മുടെ ഇതാണെങ്കിലും ഒത്തിരി മാറും. അപ്പോൾ പടം നാളെ വന്ന് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവും. നാളെ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷയും ഇതുണ്ടാവും. പിന്നെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടുള്ളൊരു ഇത് നമുക്കുണ്ട്. ഈ മമ്മൂക്കയുടെ ഒരു മെന്റർഷിപ്പ് ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് വരെ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെ അദ്ദേഹത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരെ കണ്ടിരുന്നു. ഏതെങ്കിലും ഒരു പുതിയ സംവിധായകൻ എന്തെങ്കിലുമൊക്കെ പുതിയത് പറയാനുണ്ടാവും, അവരുടെ കൂടെ ഞാനും ചേരുന്നു പുതിയൊരു അനുഭവത്തിനായി എന്നുള്ളത്. അപ്പോൾ പുതിയൊരു ഡയറക്ടറിനെയാണ് അദ്ദേഹം സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊരു സിനിമയും, എന്നാൽ ആ ഡയറക്ടറിന് അതൊരു കരിയറും. അപ്പം അദ്ദേഹത്തിന്റെ ഇപ്പം ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്, അച്ഛനായിട്ട് ഒട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മെന്റർഷിപ്പിനെ പറ്റിയിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് അങ്ങനെ മെന്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഡീനോനെ ഒന്നും. പുള്ളിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, ഡേറ്റ് കൊടുത്തു, അപ്പോൾ അത് ചെയ്തോ എന്നുള്ളൊരു ഇതിൽ കോൺഫിഡൻസ് കൊടുത്തു ഡീനോന്. പിന്നെ ബാക്കി നിന്റെ എന്ന് വെച്ചാൽ നിനക്ക് തരാനുള്ള മറ്റേ ആ പാലം ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നീ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുന്ന നിന്റെ കടമ ഇതാ ചുമതല. ഇത് ഫെസിലിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ചെയ്യുന്നത്. അപ്പം അതാണ് എല്ലാവർക്കും വേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനൊരു റോള് തന്ന് നമ്മളെ ആ റോളിലേക്ക് വിളിക്കാൻ തോന്നുന്ന ആ തോന്നിപ്പിക്കൽ മമ്മൂക്ക അവിടെ കൊടുത്തോന്. ഈ ഇപ്പോൾ അദ്ദേഹം ഒരു പടം പോലെ അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം ഈ സ്ക്രിപ്റ്റ് നീ തന്നെ ചെയ്യേ, ഇത് നീ അല്ലാതെ വേറെ ആർക്കും നിന്നെ പോലെ പറയാൻ പറ്റില്ല എന്നാണ് മമ്മൂക്ക പറയുന്നത്. അവിടെ നിന്നാണല്ലോ ഈ പ്രൊജക്റ്റിലേക്ക് ഡയറക്ടർ എന്നുള്ള രീതിയിലും കൂടി അനിയൻ ഓൺ ആവുന്നത്. അത് അറിഞ്ഞ മൊമെന്റ് ഉണ്ടോ? അതായത് മമ്മൂക്ക എന്നോട് ഡയറക്റ്റ് ചെയ്യാനും കൂടിയാ പറയുന്നത് എന്ന് പറഞ്ഞൊരു മൊമെന്റ് ഉണ്ടോ? ഉണ്ട്, മൊമെന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ഡീനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീനി അങ്കിൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ ഒരിക്കലും ഷോർട്ട് എങ്ങനെ വെക്കണം എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. അയാൾ ആ കണ്ടന്റ് കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ കലാപരമായിട്ട് അയാളുടെ മനസ്സിലുള്ള ആ സാധനം അങ്ങ് എഴുതുക. അപ്പം അത് അയാൾ ഡയറക്ടർ അല്ലെങ്കിൽ ക്യാമറമാൻ്റെ ആംഗിൾ വെച്ച് എഴുതേണ്ട കാര്യമില്ല. എൻ്റെ മനസ്സിലുള്ള മുഹൂർത്തങ്ങൾ ഇപ്പോൾ ശ്രീനങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ പണ്ട് നമ്മൾ സിനിമയിലൊക്കെ ചില മുഹൂർത്തങ്ങളുണ്ട്, ചില സീനൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചു കളയും. കാര്യം എന്ന് വെച്ചാൽ അവരാ സീൻ്റെ ടെമ്പോ അവരാ മുഹൂർത്തങ്ങളും ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴുള്ളത് അവിടെ എന്താ ടെക്നിക്കല്, അവിടെ വല്ല മറ്റേ 8 ലക്ഷം രൂപയുടെ ക്യാമറയോ അല്ലെങ്കിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സീൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ പണ്ട് സിനിമയിൽ ഇപ്പോൾ ലോഹിദാസും പത്മരാജനും MTയും ഇവരെല്ലാവരും ചെയ്യുന്ന സിനിമകളിലൊന്നും ടെക്നിക്കലി ഒരു ഹൈ ക്വാളിറ്റി പടങ്ങളൊന്നും അല്ല. അതെല്ലാം അവരുടെ റൈറ്റ്. പിന്നെ അത് ഇപ്പം ഞാൻ എന്നുള്ള ഒരാൾ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും സംവിധാനം ഒരു സിനിമ ചെയ്യാം. കാര്യം അയാളുടെ മനസ്സിൽ ആ ഒരു ഇതുണ്ടായത് എൻ്റെ സിനിമ എങ്ങനെ ആകണം എന്നുള്ളത്. പിന്നെ നല്ലൊരു ക്യാമറമാനെയും നല്ലൊരു ക്രൂവിനെയും വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു സിനിമ ചെയ്യാം. അല്ല ഇന്നൊരു ഷോട്ട് വെക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഇപ്പോൾ സിദ്ദിഖ് ലാൽ, പിന്നെ റാഫി മക്കാട്ടിൻ, ഇവരുടെ പടങ്ങളിലൊന്നും നമ്മൾ കാണുന്ന പോലെ അങ്ങനെ ഗംഭീര ക്യാൻവാസിലോ ഭയങ്കര ടേക്കിങ്സോ ഭയങ്കര BGM ഒക്കെ കയറ്റിയുള്ള പരിപാടിയൊന്നുമില്ല. സ്റ്റഡി ഷോട്ട്സ് ആണ് അവരുടെ എല്ലാം. പക്ഷെ അവരുടെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രസമായിരിക്കും. നമ്മുടെ ആ ഒരു ഫ്ലോയിൽ കണ്ട് ഇപ്പൊ കോമഡി ആണെങ്കിലും ചില ഇപ്പൊ ഗോഡ് ഫാദറിലൊക്കെ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ആവും കാര്യങ്ങൾ. അത് വന്നാൽ ഭയങ്കര കോമഡി സിനിമയാണ് ഗോഡ് ഫാദർ. അപ്പൊ അത് അവരാ സ്ക്രിപ്റ്റും അവർക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ടാലന്റ് എങ്ങനെയാണ് എന്താ പറയാ മനുഷ്യത്വമുള്ള കുറെ മുഹൂർത്തങ്ങളുണ്ടല്ലോ ആ പടത്തിൽ. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും, ചില ആളുകൾ നമ്മളിങ്ങനെ കോമഡി ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതായാലും നമ്മൾ പിന്നെ
ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നിരുന്ന് ചിരിച്ചു പോകും ചില കാര്യങ്ങൾ. അപ്പം നീ എന്തിനാ പഠിക്കണേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ്. അല്ല, നീ എന്തിനാ പഠിക്കുന്നത്, നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള അവസ്ഥയിലാണ് അയാൾ ചോദിച്ചത്. അപ്പൊ അതൊക്കെ ഒരു ബ്രില്യൻ കോമഡിയാണ്, ഇന്റലിജന്റ് കോമഡിയാണ്. ഇന്റലിജന്റ് കോമഡിയാണ്. എന്ന് വെച്ചാല് നമ്മള് അതില് ഒഫൻസും ഇല്ല, എന്നാ വൾഗാരിറ്റി ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഒരു കഴിവ്, ഒരു ടാലന്റ് ആണ്. അല്ല, ആ മൊമെന്റിനെ പറ്റി പറയൂ. അനിയൻ പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് ചെയ്യാനും കൂടി മമ്മൂക്ക പറയണേന്ന് പറഞ്ഞ മൊമെന്റ്. അതങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മമ്മൂക്ക ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ഷെയർ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു മമ്മൂക്ക ചെയ്യാന്നുള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ നമ്മൾക്കിപ്പോ ഒരു ഉത്തരവാദിത്വമായി, റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വലിയ ഒരു മറ്റേ ക്യാൻവാസിലുള്ള ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ, അത് മമ്മൂക്ക പോലത്തെ ഒരു വലിയ മെഗാസ്റ്റാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് അവന് ആദ്യം തന്നെ ആ ഒരു ഫയർ കയറി. ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള സോഴ്സസ് എന്ന് അറിയാം, ഈ ക്യാരക്ടർ ഓൾറെഡി ഉള്ളതാണ്, അല്ലാണ്ട് ചേട്ടനുണ്ടെന്ന് വെച്ച് എഴുതി ചേർത്തതൊന്നും അല്ല അങ്ങനെ ഒരാളെ എന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും പോലും ഇപ്പം ഈ സിബ്ലിങ്സ് വേറൊരാൾക്ക് കൊടുത്തിട്ടുള്ള ഒരു കൈയുണ്ട്. ഇപ്പം നമ്മുടെ തിരയിലെടുത്ത് നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസന് കൊടുത്തൊരു എഡ്ജുണ്ട്, അല്ലെങ്കിൽ ജയമോഹൻ ജയൻ രവിക്ക് കൊടുത്തൊരു കൈയുണ്ട്. അങ്ങനെ ഒരു കൈയാണോ ശരിക്കും ബസൂക്കയിൽ? ഇത് അല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഭയങ്കര എക്സ്ട്രീമാണ്. നായകനായിട്ടാണ് അഭിനയിച്ചത്, പിന്നെ ധ്യാൻ നായകനായിട്ടാണ് തിരയിൽ അഭിനയിച്ചത്. ഞാൻ ഇതിനകത്ത് നായകനൊന്നുമില്ല, അതിലൊരു ചെറിയ വേഷം ചെയ്തെന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രേക്ഷകൻ കണ്ട് അഭിപ്രായം പറയട്ടെ. അതെ, അല്ലാതെ ഞാനിവിടെ ഇരുന്ന് വലിയ തള്ളി ലാസ്റ്റ് പ്രേക്ഷകൻ കണ്ടു പറയും ഇവിടെ എന്ത് തള്ളലായിരുന്നപ്പോ, ഇവരൊക്കെ വേറെ പണിയില്ലെന്ന് പറയും. ഏറ്റവും ബെസ്റ്റ് മിണ്ടായിരിക്കുക, പടം നന്നായാലും നല്ല സിനിമ സംസാരിക്കാം. പിന്നെ രണ്ടാം ഭാഗത്തെ പറ്റിയൊക്കെ വലിയ അപ്ഡേറ്റുകൾ വരുന്നു. ഇത് ക്യാരക്ടറിന് ഇനി ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇപ്പം തന്നെ ആളുകളൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനത്തെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ സീക്വല് ബസൂക്ക രണ്ടാം ഭാഗം, അതിനെ പറ്റിയിട്ടൊക്കെ ഇപ്പം എത്രമാത്രം പറയാൻ പറ്റും? അതിനെപ്പറ്റി പറയാൻ നാളെ കഴിഞ്ഞേ പറയാൻ പറ്റും. അത് മമ്മൂക്ക തന്നെ ലൊക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നീ ഇത് കഴിഞ്ഞിട്ട് മറ്റേത് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. ആദ്യം ഇത് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അവിടെ പോയി പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഒരു ജേണി തുടങ്ങിയിട്ട് പിന്നെയും അതിനുള്ള പാഷൻ ചേർത്ത് വെക്കുക, പിന്നെയും ആ ജേണി റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം വാട്ട് സ്റ്റോപ്പിംഗ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഇനി ഒരു സ്റ്റോപ്പും ഉണ്ടാവാതെ ഒരു ഫുൾ ഫ്രിഡ്ജ് ആയിട്ട് പോകാൻ പറ്റട്ടെ ബസൂക്കയ്ക്ക് ശേഷം. താങ്ക് യു. നേരത്തിന് ഒരുപാട് നന്ദി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.